ഹായ്. So we meet again. യെസ്. എന്തായിരുന്നു പരിപാടി? നേച്ചേഴ്സ് കോൾ. നിങ്ങൾ ആണുങ്ങളെ പോലെ നമുക്കിതൊക്കെ പബ്ലിക്കലി ചെയ്യാൻ പറ്റില്ലല്ലോ. ഹംപിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നോ? ഇല്ല, 3 ബസ് മാറി കയറി നേരെ ഇവിടെ വന്നിറങ്ങി. ഓ. ഡു ഐ ലുക്ക് ടയർഡ്? നന്നായിട്ടുണ്ടല്ലോ. അത് വെറുതെ. ശരിക്കും ഞാനൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു. ഓക്കെ, നല്ല ഫോണാണല്ലോ. നമുക്കൊരു സെൽഫി എടുത്താലോ? നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ? വേണ്ട. വേണ്ടയ്ക്ക് വേണ്ട, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അപ്പം ഇനി ബാക്കി എന്താ പരിപാടികൾ? തൽക്കാലം നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്കെന്തെങ്കിലും കഴിക്കാം. അതിനെന്താ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ല ഉഗ്രൻ അപ്പവും മുട്ടക്കറിയും കിട്ടുന്നൊരു കടയുണ്ട്, അങ്ങോട്ട് പോയാലോ? വരും. ഇതെന്നെ അന്ന് കാണിച്ച ആ സെയിം മിനി കൂപ്പറില്ലേ? അതൊക്കെ എപ്പോഴേ പറ്റൂ, ഇത് വേറെ സെയിം കളറാണല്ലോ. മിനി കൂപ്പർ വാങ്ങിച്ച കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഇത് എൻ്റെ ഒന്നല്ല, ഇത് വിൽക്കാനിട്ടിരിക്കുന്ന വണ്ടിയാണ്. നമ്മളൊരു പാവം ബ്രോക്കറാണേ. പാവമൊന്നുമല്ല, അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അത് കഴിച്ചിട്ട് പറഞ്ഞാൽ പോരെ. മതി. ഭയങ്കര മ്യൂസിക് ടേസ്റ്റ് ആണല്ലോ. താങ്ക് യു. എന്ത് താങ്ക് യു? ഈ രോദനൊന്ന് നിർത്താവോ? ഇതിൻ്റെ അകത്തൊരു സംഗീതമുണ്ട്. ഒന്നുണ്ട്. എനി പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്, പക്ഷെ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിക്കും. പുറപ്പെട്ടു. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ല. കോൺഫിഡൻ്റ് ആയിട്ട് ആ മൂപ്പിൻ്റെ അടുത്ത് ചെന്ന് എഗ്രിമെൻ്റ് ഒപ്പിടിച്ചിങ്ങ് വന്നാൽ മതി. ഒന്നും ആയില്ല. നല്ല തീറ്റി പണ്ടാരമാണെന്ന് തോന്നുന്നു. വേണം. എന്തായാലും നിങ്ങളവിടെ പോയി രജിസ്ട്രേഷൻ കണ്ട് എന്നെ വിളിക്കും. ശരി, കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഓക്കെ. ഒരു ചെറിയ ലാൻഡ് രജിസ്ട്രേഷൻ ഇടപാടുണ്ടായിരുന്നേ, അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ശീലമുണ്ടോ? ഇത് ബ്ലൂടൂത്ത് എനേബിൾഡാ, ഫോൺ ചെയ്യാൻ വേണ്ടി വെച്ചതാ. ജാടയൊന്നും അല്ല കേട്ടോ, ചെറുപ്പത്തിൽ ഇതൊന്നും വാങ്ങാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഉള്ളപ്പോൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. അതേ പറഞ്ഞു. പിന്നെ ഹൗ വാസ് ദ സോളോ ട്രിപ്പ്? പൊളി. അയോധ്യ വാസ് ദ ബെസ്റ്റ്. നമ്മൾ ഈ കേൾക്കുന്ന പോലെയൊന്നുമല്ല. ഹിന്ദുസ് മുസ്ലിംസ് ഒക്കെ എന്ത് ഹാർമണിയിലാണെന്നറിയാം അവിടെ ജീവിക്കുന്നത്. എല്ലായിടത്തും ഹോട്ടൽ റിസർവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊണ്ടി ചെയ്തു തരാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ത്രില്ല് പോവില്ലേ? ഇപ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ബാത്റൂം ഷെയർ ചെയ്യണം എന്നൊരു ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഓ, അപ്പം ഇനി എന്താ പരിപാടി? ആക്ച്വലി ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു ഞാൻ. ഒരു ദിവസം ടൂർ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. ട്രിപ്പിൻ്റെ അവസാനമല്ല. അതേതായാലും നന്നായി, അതുകൊണ്ട് കാണാൻ പറ്റിയല്ലോ. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? ഇവിടെ അടുത്ത് കാണാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കൂൾ, ഐ എം ഗെയിം. ഇവിടെ അടുത്ത് എവിടെയാണ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളത്? തൊട്ടപ്പുറത്തെ പെട്രോൾ പമ്പിലുണ്ട്. എന്നാൽ ഞാൻ പെട്ടെന്ന് കൈ കഴുകിയിട്ട് വരാം. ടോയ്ലറ്റ് വിട്ടൊരു പരിപാടിയില്ലാന്ന് തോന്നുന്നു. പേടിയുണ്ടോ? എന്തിന്? അല്ല, ഫ്രണ്ടിൻ്റെ വണ്ടിയല്ലേ. അതിനെന്താ? എന്നാൽ ഞാൻ സ്പീഡൊന്ന് കൂട്ടട്ടെ. ആയിക്കോട്ടെ. Are you sure? Yes. Okay, yo. Are you okay? Yeah. എങ്ങനെയുണ്ട്? അടിപൊളി. What happened? അല്ല, റേഞ്ച്. ഇതെങ്ങോട്ടേ പോകുന്നത്? ഇത് ഏതാ സ്ഥലം എന്നറിയോ?
ഇല്ല, പുല്ല് റേഞ്ചും പോയി. ഇവിടെ മൊത്തം അറിയുന്ന ആളാന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം മൊബൈലിൽ റേഞ്ച് ഇല്ലാന്ന് വെച്ച് എന്താ കുഴപ്പം? യു നീഡ് ടു ഡിസ്കണക്ട് അറ്റ് ടൈം. അതല്ല, ഞാൻ ആ ലാൻഡ് ഡീലിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആണോ? എന്നാ തിരിച്ചു പോവാം. ഞാൻ വെറുതെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. ഞാൻ വെറും 10ാം ക്ലാസ് ഗുസ്തി, കുട്ടി ബയോടെക്നോളജി. ഇറ്റ്സ് ബയോമെഡിസിൻ. എത്ര തവണ പറയണം? ഓ, എന്തെങ്കിലും ആവട്ടെ. ടൈം സ്പെൻഡ് ചെയ്യാൻ എന്നെക്കാളും മെഡിക്കറായ 100 പേരെ കിട്ടില്ലേ? അത് കിട്ടും. ബട്ട് യു സോ സിമ്പിൾ, സെൽഫ് മെയ്ഡ് ആൻഡ് ഓണസ്റ്റ്. ഒറ്റ പ്രാവശ്യം കണ്ടപ്പോഴേക്കും ഇത്രയൊക്കെ മനസ്സിലായോ? പിന്നെ ഒരാളെ മനസ്സിലാക്കാൻ 1 സെക്കൻഡ് മതി. എന്നെ ഇതുവരെ മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ഇല്ല. ഓക്കെ, വേണ്ട. ലെറ്റ്സ് ഗോ ബാക്ക്. എന്നെ ബസ് സ്റ്റോപ്പിലൊന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. വേണ്ട, പോകണ്ട.